നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. യുദ്ധവിരുദ്ധ സന്ദേശവുമായി താനാളൂരിൽ മുസ്ലിം ലീഗിന്റെ നൈറ്റ് മാർച്ച്. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റും യാത്രയപ്പ് സമ്മേളനവും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു. ബദർ ദിനത്തോടനുബന്ധിച്ച് അറബിക് കോളേജിൽ ബദർ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. പ്രിന്റിംഗ് സ്ഥാപനത്തിലെ തീപിടുത്തം. മന്ത്രിയും MLAയും സ്ഥലം സന്ദർശിച്ചു. വെട്ടം വേമണ്ണ ഉള്ളാർ വീട് ഭഗവതി ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. വാർത്തകൾ വിശദമായി. തിരൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. താഴെപ്പാലം സംഗമം റെസിഡൻസിയിൽ നടന്ന ഇഫ്താർ സംഗമം കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. തിരൂർ DYSP MAR സിദ്ദീഖ് മുഖ്യാതിഥിയായി. ചടങ്ങിൽ തിരൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് PK രതീഷ് അധ്യക്ഷത വഹിച്ചു. തിരൂർ പ്രസ് ക്ലബ് ഇഫ്താർ സംഗമം കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. റമദാൻ എന്ന് പറഞ്ഞാൽ കരിയിച്ച് കളയുക എന്നാണ്. കരിയിച്ച് കളയുക. മനുഷ്യന്റെ മനസ്സിൽ വിദ്വേഷങ്ങളുണ്ട്, മറ്റു ആളുകളോട് പകയുണ്ട്, അഹങ്കാരമുണ്ട്, തൻപോരിമയുണ്ട്. ഇതൊക്കെ മനുഷ്യന്റെ ചില ദൗർബല്യങ്ങളുണ്ട്. ഇതൊക്കെ അപകടം. ഞാനൊരു വലിയ ആളാണ്, എൻ്റെ വലിപ്പം ഞാൻ നോക്കാൻ നിന്നാൽ മറ്റുള്ളവരൊക്കെ ചെറിയ ആളുകൾ, നിസ്സാരന്മാരായി. ഞാൻ കുറച്ച് പണം കിട്ടി, സൗകര്യം കിട്ടി, ഞാൻ എൻ്റെ തലക്കെന്തോ ഒരു വലിയ വലിപ്പമുണ്ട്, എൻ്റെ ചോരക്കൊരു പ്രത്യേകതയുണ്ട് എന്ന ധാരണയിൽ ഞാൻ സഞ്ചരിച്ചാൽ മറ്റുള്ളവരൊക്കെ സ്വാഭാവികമായി ഞാൻ അവഗണിക്കപ്പെടുന്ന ഒരു സാധ്യത. തിരൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് PK രതീഷ് അധ്യക്ഷത വഹിച്ചു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷബ്ന ടീച്ചർ, തിരൂർ നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗം ഷാജി പാച്ചേരി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. തിരൂർ പ്രസ് ക്ലബ് സെക്രട്ടറി AP ഷഫീഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ BJP സംസ്ഥാന സമിതി അംഗം രവി തേലത്ത്, MES സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഫി ഹാജി കൈനിക്കര, ഗായകൻ ഫിറോസ് ബാബു, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP അബ്ദുറഹ്മാൻ, ഓൾ കേരള ഗോൾഡ് മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അഹമ്മദ് പൂവിൽ, തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി സമദ് പ്ലസന്റ്, BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപ പുഴയ്ക്കൽ, സൈദാലിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. സമാധാനവും സ്വൈര്യജീവിതവും നഷ്ടപ്പെട്ട പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് താനാളൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി താനാളൂരിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. താനാളൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി താനാളൂരിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. നൈറ്റ് മാർച്ചിന് അഡ്വക്കേറ്റ് PP ആരിഫ്, KN മുത്തുക്കോയത്തങ്ങൾ, VPO അസ്കർ മാസ്റ്റർ, KV മൊയ്തീൻകുട്ടി, TPM മുഹസിൻ ബാബു, P അബ്ദുൽ കരീം, ഉസ്മാൻ ഹാജി തോട്ടുങ്ങൽ, TP റസാഖ്, ഉബൈദുള്ള താനാളൂർ, U നാസർ മാസ്റ്റർ, കുഞ്ഞു മീനടത്തൂർ, ബഷീർ പാലപ്പെട്ടി, കുഞ്ഞിപ്പ തെയ്യമ്പാടി, TK നസീർ, V ആരിഫ്, ഉവൈസ് കുണ്ടുങ്ങൽ, P അഷ്റഫ്, MP അസ്ലം, TP മൊഹീദ്ദീൻ, NP ഹൃഷികേശ്, ഷിഹാബ് A, ജാബിർ K എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, താനാളൂർ.
താനൂർ ഉപജില്ല കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റും യാത്രയപ്പ് സമ്മേളനവും ഉണ്ണിയാൽ ബീച്ചിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു. ഉപജില്ല KATF പ്രസിഡന്റ് MA റഫീഖ് അധ്യക്ഷത വഹിച്ചു. താനൂർ ഉപജില്ല KATF ഇഫ്താർ മീറ്റും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന AMLPS ആദർശേരിയിലെ റഷീദ് അലി മാസ്റ്റർ, AMLPS കല്ലത്തിച്ചിറയിലെ ജുമാന ടീച്ചർ, AMLPS ചിലവിൽ വെസ്റ്റ് മണ്ണാരക്കൽ ഷാഫി മാസ്റ്റർ എന്നിവർക്ക് ഉപജില്ലാ കമ്മിറ്റിയുടെ ഉപഹാരങ്ങൾ ബഷീർ രണ്ടത്താണി നൽകി. PK ഷാക്കിർ, അബ്ദുറസാഖ് തെക്കയിൽ, CN മുജീബ് റഹ്മാൻ, N അനസ് ബാബു, V ആസിഫ്, TA റഹീം, ന്യൂമാൻ ശിബിലി, ഷിഹാബുദ്ദീൻ ആദർശേരി, PK സഫീർ, നൌഷീദ, VT ലത്തീഫ്, കമറുന്നീസ, VVN നവാസ്, ഫൈസൽ അരീക്കാട്, P ബുഷറ എന്നിവർ പ്രസംഗിച്ചു. ഉണ്ണിയാൽ ബീച്ചിൽ ഒരുക്കിയ ഇഫ്താറിൽ നിരവധി പേർ സംബന്ധിച്ചു. വെട്ടം ന്യൂസ് ഉണ്ണിയാൽ. ബദർ ദിനത്തോടനുബന്ധിച്ച് മുന്നിയൂർ കളത്തിങ്ങൽപ്പാറ ദാറുത്തർബിയ അൽ റഷിയ അറബി കോളേജിൽ ബദർ അനുസ്മരണ പരിപാടിയും 1000ഓളം പേർ പങ്കെടുത്ത സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. വൈകിട്ട് 5 മണിക്ക് നടന്ന ബദർ അനുസ്മരണ പരിപാടിയിൽ ബദർ മൗലീദ്, പ്രാർത്ഥനാ സദസ്സ് തുടങ്ങിയ പരിപാടികൾ നടന്നു. തുടർന്ന് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള 1000ഓളം പേർ പങ്കെടുത്ത ഇഫ്താർ സംഗമവും നടന്നു. ബദർ അനുസ്മരണ പരിപാടികൾക്ക് സയ്യിദ് ഹബീബ് തുറാബ് തലപ്പാറ, അബ്ദുൽ കരീം അഫ്സാനി കരുളായി, ഹാഫിൾ ഷാഫി സഖാഫി താനൂർ, മുഹമ്മദ് മൗല അൽ ഫാളിലി, ഹാഫിൾ നാസിം സൈനി, അജ്മൽ അദനി, VP റാഷിദ് ബിൻ ഹംസ മുസ്ലിയാർ, ഷിംഷാദ് ഫാളിലി തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ് തിരൂരങ്ങാടി. തീപിടുത്തമുണ്ടായ തിരൂർ തെക്കുമുറി പാട്ടുപറമ്പ് ഭഗവതി ക്ഷേത്ര പരിസരത്തെ പ്രിന്റിംഗ് സ്ഥാപനത്തിൽ മന്ത്രി V അബ്ദുറഹിമാനും MLA കുറുക്കോളി മൊയ്തീനും സന്ദർശനം നടത്തി. ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്ന് മന്ത്രിയും MLAയും പറഞ്ഞു. ശനിയാഴ്ച രാവിലെയോടെയാണ് തിരൂർ തെക്കുമുറി പാട്ടുപറമ്പ് ഭഗവതിക്കാവ് ക്ഷേത്ര പരിസരത്തെ പ്രിന്റിംഗ് സ്ഥാപനത്തിൽ തീപിടുത്തമുണ്ടായത്. 2 മുറികളിലായി ഉണ്ടായിരുന്ന പ്രിന്റിംഗ് മെഷീനുകൾ, പ്രിന്റിംഗ് സാധന സാമഗ്രികൾ, കമ്പ്യൂട്ടറുകൾ അടക്കം കത്തിനശിച്ചു. വാക്കാട് സ്വദേശി തണ്ടാശ്ശേരി മണിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. മന്ത്രി V അബ്ദുറഹ്മാനും MLA കുറുക്കോളി മൊയ്തീനും സന്ദർശനം നടത്തി. ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്ന് മന്ത്രിയും MLAയും പറഞ്ഞു. നമ്മുടെ മണി അദ്ദേഹത്തിൻ്റെ ഒരു ഉപജീവന മാർഗമായിരുന്നു ഇത്. വിനായലിൻ്റെ സൈൻ ബോർഡെല്ലാം നിർമ്മിക്കുന്ന ഒരു ഷോപ്പാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിനെ പുനരുദ്ധരിക്കാൻ പിന്നോക്ക വികസന കോർപ്പറേഷനിൽ എന്തെങ്കിലും ലോണോ എന്തെങ്കിലും തയ്യാറാക്കുക, അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് ലോണും തയ്യാറാക്കി അത് പുതുക്കി പണിയാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമങ്ങൾ നടത്തും. ബഹുമാനപ്പെട്ട നല്ല ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ കാര്യത്തിൽ തീർച്ചയായിട്ടും MLAയുടെ ഭാഗത്തുനിന്നും നമ്മുടെ ഭാഗത്തുനിന്നൊക്കെ നല്ല രീതിയിലുള്ള ശ്രമം ഉണ്ടാവും. ആശ്വാസകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ ശ്രമിക്കാം. മണിക്കുണ്ടായിട്ടുള്ള നമ്മുടെ മണ്ഡലത്തിനകത്ത് തന്നെ വെട്ടം പഞ്ചായത്തിലുള്ള എൻ്റെ സുഹൃത്തിന്, വാക്കാടുള്ള സുഹൃത്തിന് ആണ് ഈ വലിയ നഷ്ടം ഉണ്ടായിട്ടുള്ളത്. ജീവിതത്തിൽ അദ്ദേഹം കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ ഒരു ഏക അവലംബമാണ് ഈ വ്യാപാര രംഗം. അതാണ് ഇപ്പോൾ തകർന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് അത് പുനഃസ്ഥാപിക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണോ ഏറ്റവും ഇളവോടുകൂടി ആനുകൂല്യങ്ങളോടുകൂടി കിട്ടാൻ സാധ്യതയുള്ളത് അത് ലഭ്യമാക്കാൻ കൂടെ ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ തന്നെ മൈനോറിറ്റി കോർപ്പറേഷനിൽ നിന്നോ വ്യവസായ വകുപ്പിൽ നിന്നോ കിട്ടാവുന്ന പലിശ പോലും ഒഴിവാക്കിക്കൊണ്ട് കൊടുക്കാവുന്ന ഇത്തരം രംഗങ്ങളിൽ സർക്കാർ തീരുമാനമെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിൽ തീപിടുക, അപകടങ്ങൾ ഉണ്ടാവുക, ദുരന്തങ്ങൾ ഉണ്ടാവുക, ആ സന്ദർഭത്തിൽ സൗജന്യമായി പണം മുഴുവൻ കൊടുക്കാൻ കഴിയുമെങ്കിൽ പോലും സൗജന്യ നിരക്കിൽ പലിശരഹിത വായ്പ കൊടുത്തുകൊണ്ടെങ്കിലും സഹായിക്കാനുള്ള സന്നദ്ധത ഉണ്ടാവണം എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വെട്ടം ന്യൂസ് തിരൂർ. വെട്ടം വേമണ്ണ ഉള്ളാർവീട് ഭഗവതി ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. മാർച്ച് 12, 13, 14, 15 തീയതികളിലാണ് ഉത്സവം കൊണ്ടാടുന്നത്. സമാപന ദിവസമായ മാർച്ച് 12 വൈകിട്ട് നിരവധി കൊടിവരവുകൾ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിക്കും. രാത്രി 9:30 മുതൽ ഭഗവതിയാട്ടും കനലാട്ടവും നടക്കും. വർഷം തോറും കൊണ്ടാടാറുള്ള വെട്ടം വേമണ്ണ ഉള്ളാർവീട് ഭഗവതി ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായി ഉത്സവത്തിന് കൊടിയേറി.
മാർച്ച് 12, 13, 14, 15 തീയതികളിലാണ് ഉത്സവം കൊണ്ടാടുന്നത്. 12-ന് വൈകിട്ട് 6 മുതൽ 10 വരെ നൃത്തനൃത്യങ്ങൾ അരങ്ങേറും. 14 രാത്രി 8 മണി മുതൽ പ്രസീത ചാലക്കുടി അവതരിപ്പിക്കുന്ന നാടൻപാട്ട് അരങ്ങേറും. സമാപന ദിവസമായ മാർച്ച് 15-ന് വൈകിട്ട് നിരവധി കൊടിവരവുകൾ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിക്കും. രാത്രി 9:30 മുതൽ ഭഗവതിയാട്ടും കണലാട്ടവും നടക്കും. ന്യൂസ് ബ്യൂറോ, വെട്ടം. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.